عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇൽമു നേടേണ്ടത് ആരിൽ നിന്നാണ് എന്ന വിഷയത്തിന്റെ ഏതാനും കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ അതിന്റെ പൂർത്തീകരണം എന്നോണം ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ്, അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നതുകൊണ്ടാണ് ഒരല്പ കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരിൽ നിന്നും ഇൽമു സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല എന്നതിന്റെ കാരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. പ്രത്യേകിച്ചും അവസാന കാലഘട്ടത്തിൽ ജാഹിലുകൾ നേതാക്കന്മാരായി തീരുകയും വിവരമില്ലാത്തവർ നേതൃസ്ഥാനത്ത് വരികയും അവരോട് ജനങ്ങൾ ഫത്വ ചോദിക്കുകയും അവർ വിവരമില്ലാതെ ഫത്വ നൽകുകയും അങ്ങനെ ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് വന്ന അസർ നമ്മൾ ഉദ്ധരിച്ചു. വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ കുറവും പ്രാസംഗികന്മാർ കൂടുതലുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൽമു സ്വീകരിക്കേണ്ടത് ആരിൽ നിന്ന് എന്ന വിഷയത്തിന്റെ പ്രസക്തി
ആ ഒരു അസറിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് കിബാറുകളിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത്. അഹ്ലുസുന്നയുടെ ഉസൂലും മൻഹജും അംഗീകരിക്കുന്ന ആ അഖീദ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരുണ്ട്. പ്രത്യേകിച്ചും അവരിൽപ്പെട്ട കിബാറുകളിൽ നിന്നായിരിക്കണം നമ്മൾ ഇൽമു സ്വീകരിക്കേണ്ടത്. അതിലാണ് ഖൈറും ബർക്കത്തും ഉള്ളത്. എന്നാൽ സിആറുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന ഹദീസ് നമ്മൾ മനസ്സിലാക്കി. ആരാണ് സിഗാറുകൾ? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖുർആനിലും സുന്നത്തിലും വിവരമില്ലാത്ത, എന്നാൽ അതിനു വേണ്ടി സംസാരിക്കുന്ന ജാഹിലുകളാണ് സിഗാറുകൾ. അതേപോലെ തന്നെ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ബിദ്അത്തിന്റെ ആളുകളാണ് സിആറുകൾ. അതേപോലെ തന്നെ അവരുടെ റഈനനുസരിച്ച് സംസാരിക്കുന്നവരാണ്. പ്രമാണങ്ങളിൽ വന്നത് എന്ത് എന്നതല്ല, മറിച്ച് അവർക്കൊരു അഭിപ്രായം ഉണ്ടാകും. ഇങ്ങനെ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നവരാണ് സിഗാറുകൾ. ഇങ്ങനെ അതിന്റെ വ്യത്യസ്തമായ വിശദീകരണങ്ങൾ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അറിയേണ്ടവർ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ ബാക്കി തന്നെ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്നുമാണ് ഇൽമു സ്വീകരിക്കേണ്ടത്, പ്രത്യേകിച്ചും അവരിൽപ്പെട്ട കിബാറുകളിൽ നിന്നും. അങ്ങനെ പറയാൻ കാരണം ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള രീതി അതാണ്. അത് അവരുടെ കാസറ്റുകൾ കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി കിബാറുകളിൽ നിന്നും നേരിട്ട് ഇൽമു സ്വീകരിക്കലാണ് ഏറ്റവും അത്ഖനായ രീതി, ഏറ്റവും സൂക്ഷ്മമായ രീതി അതാണ്. ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ മൻഹജ്, ഇൽമു സ്വീകരിക്കുന്നതിലുള്ള മൻഹജ് എന്ന് പറയാനുള്ള കാരണം സഹാബത്തിന്റെ രീതി അതായിരുന്നു. സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം പലതിലും അറിവ് നേടിയിട്ടുള്ളവരുണ്ട്, കൂടുതൽ അറിവ് ഇൽമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ സഹാബികൾ പോലും ചെയ്തിരുന്നത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളവർ കിബാറുകളാണോ ആരാണോ അവരിൽ നിന്നായിരുന്നു അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യലാണ് ഏറ്റവും ആധികാരികമായ രീതി. ഇപ്പൊ സഹാബികളുടെ കൂട്ടത്തിൽ പലരും സമീപിച്ചിരുന്നത്, താബി പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പൊ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒട്ടേറെ പ്രത്യേകതകളുള്ള മഹാനായ സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം പ്രഗൽഭരായ സഹാബികളുടെ വീടുകളിലേക്ക് ചെല്ലും. എന്നിട്ട് അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ ഇൽമ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കിബാറുകളായ സഹാബികളുടെ കൂട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഇരുത്താറുണ്ടായിരുന്നു, പങ്കെടുപ്പിക്കാറുണ്ടായിരുന്ന ആ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം
ഇൽമുള്ള കിബാറുകളായ സഹാബികളെ തേടി ചെല്ലുകയാണ് ഇൽമു സ്വീകരിക്കുന്നതിന് വേണ്ടി. അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഒരു സഹാബിയുടെ അടുത്തുണ്ട് എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ആ സഹാബിയുടെ അടുത്തേക്ക് ചെല്ലും. ഞാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉറക്കത്തിലായിരിക്കും. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് എന്റെ ഒരു തട്ടം വിരിച്ചിട്ട് ഞാൻ അവിടെ കിടക്കും. ചില റിവായത്തുകളിൽ കാണാം, ആ സന്ദർഭത്തിൽ തസ്ഫിർ റിയാഹു ഫീ വജ്ഹി, ഇത് ശക്തമായ കാറ്റടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വളരെ ഇൽമു സ്വീകരിക്കുന്നതിന് വേണ്ടി അവര് സഹിച്ച ത്യാഗങ്ങൾ ഒക്കെ ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇൽമിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്രയൊക്കെ ഇൽമുണ്ടായിട്ടും ഇങ്ങനെ ഒരു ഹദീസ് ആ സഹാബിയുടെ അടുത്തുണ്ട് എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അതിശക്തമായ കാറ്റടിക്കും. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കും. ഹത്താ യഖ്റുജ, ഇങ്ങനെ അയാള് പുറപ്പെടുന്നത് വരെ. ഫയഖൂലു, അങ്ങനെ വന്ന് വാതിൽ തുറക്കും ആ സഹാബി. ആ സമയത്ത് എന്നോട് ചോദിക്കും, മാ ജാഅ ബിക യാ ഇബ്ന അമ്മി റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ പിതൃവ്യപുത്ര, എന്തിനാണ് വന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബലഗനി അന്നക തുഹദ്ദിസുഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹബബ്തു അൻ അസ്മഅഹു മിൻക. ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസ് താങ്കൾ പറയുന്നു, അത് ഞാൻ കേട്ടു. അതുകൊണ്ട് ഫഅഹബബ്തു അൻ അസ്മഅഹു മിൻക, ആ ഹദീസ് താങ്കളിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് അവരിൽ നിന്ന് നേരിട്ട് അവരുടെ ചുണ്ടുകളിൽ നിന്നും അവരുടെ നാവുകളിൽ നിന്നും ഇൽമു സ്വീകരിക്കലാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള രീതി എന്ന് പറയാനുള്ള കാരണം, സഹാബത്തിന്റെ രീതി അതായിരുന്നു, താബീങ്ങളുടെ രീതി അതായിരുന്നു, അതിനുശേഷം വന്ന തബഉ താബീങ്ങള്, അതിനുശേഷം വന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ തന്നെ ഈ ഒരു രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. നേരിട്ട് അവരുടെ അടുത്ത് പോയിട്ട് അവരിൽ നിന്ന് നേരിട്ട് ഇൽമു സ്വീകരിക്കുക. അത് പ്രത്യേകിച്ചും കിബാറുകളുടെ അടുത്ത് തന്നെ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഭൗതികമായ എന്ത് കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ എന്ത് റിസ്ക്കും അതിലെടുക്കും. ഇപ്പൊ നമുക്ക് ഭൗതികമായ ഒരു കാര്യം, ഒരു എഞ്ചിനീയറെ വേണം, നമ്മൾ ഏറ്റവും നല്ലൊരു എഞ്ചിനീയറെ തന്നെ നമ്മൾ പോയിട്ട് കാണും, അങ്ങോട്ട് പോയിട്ട് നമ്മൾ കാണും. അതല്ലെങ്കിൽ ഒരു ഡോക്ടറെ വേണം, ഏറ്റവും നല്ല ഡോക്ടർ, അത് പ്രത്യേകിച്ചും അതില് ബിരുദെടുത്ത, അതില് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെ തന്നെ നമ്മൾ അതിന്റെ രോഗം നോക്കിയിട്ട് ഏറ്റവും പ്രസിദ്ധരായ ഡോക്ടറെ തന്നെ പോയിട്ട് നമ്മൾ കാണും. ഇത് ഭൗതികമായ എല്ലാ വിഷയങ്ങളിലും നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു രീതി ഇതാണ്. പക്ഷെ ദീനിന്റെ വിഷയം പഠിക്കുന്ന രംഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ വളരെ പിറകിലാണ് എന്നതാണ് വസ്തുത. ഇന്നിങ്ങനെ ഒരാളെ ഇൽമു സ്വീകരിക്കുന്നതിന് വേണ്ടി കിബാറുകളുടെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളാണ് പലർക്കും. അയാൾ ചെയ്യുന്നത് എന്തോ മോശമായൊരു പണി എന്ന രൂപത്തിലാണ് ആളുകൾ കാണുന്നത്. ഇൽമു നേടുന്നതിന് വേണ്ടി മക്കയിലേക്ക് പോകുക, അല്ലെങ്കിൽ മദീനത്തേക്ക് പോകുക, അല്ലെങ്കിൽ യമനിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് എന്തോ ഒരു പുച്ഛമാണ്. യഥാർത്ഥത്തിൽ ഇൽമു സ്വീകരിക്കുന്നതിലുള്ള അഹ്ലുസുന്നയുടെ ശരിയായ മൻഹജ്, ശരിയായ ത്വരീഖ് അറിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആളുകൾ ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഹദീസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആ സഹാബിയിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ അത് ആഗ്രഹിച്ചു. കാരണം
ഒരു ഇൽമ് സ്വീകരിക്കുക എന്നത് അത് എന്തെങ്കിലും ഒരു ഹുക്മിനെ കുറിച്ചുള്ള കാര്യമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹലാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാം, എന്താണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്ന ഇൽമ് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ളതാണ്. ആ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇൽമിന്റെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ആഗ്രഹിക്കുന്നു. ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, ഏത് വിഷയത്തിലാണെങ്കിലും. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിലും ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതുപോലെ മുറി വൈദ്യന്മാർ ഒരുപാട് ഇന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മളൊരു ഇൽമു സ്വീകരിക്കുക എന്നത് നമുക്ക് പരലോകത്ത് സ്വർഗം ലഭിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഏറ്റവും ഓതന്റിക്കായ രീതിയിൽ തന്നെ ആയിത്തീരേണ്ടതുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ സഹാബിയോട് പറയുന്നത്, ഈ ഹദീസ് താങ്കളിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ഇഷ്ടപ്പെട്ടു എന്നതാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ ആ സഹാബി അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നു, ഫഹല്ല ബഅസ്ത ഇലയ്യ ഹത്താ ആതീക, എന്നാൽ ഒരാളെ പറഞ്ഞയച്ചാൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് എത്രത്തോളം ഇൽമുണ്ട് എന്നത് ഈ സഹാബികൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന് എത്രത്തോളം സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആ സഹാബി പറയാണ്, ഒരാളെ പറഞ്ഞയച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഫഖൂലു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ആ സന്ദർഭത്തിൽ ഞാൻ പറയും, അന കുൻതു അഹഖ അൻ ആതീക, അത് ശരിയല്ലല്ലോ, ഞാനാണ് താങ്കളിലേക്ക് വരാൻ ഏറ്റവും കടപ്പെട്ടത്, ഞാൻ താങ്കളിലേക്ക് വരാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളത് ഞാനാണ്. കാരണം ഇൽമ് എനിക്കാണല്ലോ കിട്ടേണ്ടത്, അത് ഏറ്റവും ആധികാരികമായി നേരിട്ട് കേൾക്കുക, ഏറ്റവും ഓതന്റിക്കായിട്ട് അത് സ്വീകരിക്കാൻ കടപ്പെട്ടവൻ ഞാനാണ്. അതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരികയാണ് വേണ്ടത് എന്ന് അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ സംഭവം ഉദ്ധരിച്ചതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം, മഹാനായ തൗസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത്, അദ്റക്തു 50 മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ഏതാണ്ട് 50ഓളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരിൽ നിന്നൊക്കെ ഞാൻ ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇദഖ്തലഫു ഫി ശൈഇ റദ്ദൂഹു ഇലാ ഇബ്നു അബ്ബാസ്, അവരൊക്കെ തന്നെ ചെയ്തിരുന്ന രീതി, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ റദ്ദൂഹു ഇലാ ഇബ്നു അബ്ബാസ്, അവരെന്ത് ചെയ്യും, ആ വിഷയത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിലേക്ക് മടക്കുമായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇത് തൗസ് അദ്ദേഹം ഇത് പറയാണ്. ഇത് മാത്രല്ല, തൗസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഇൽമു എടുക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പ്രായം കുറവായിരുന്നു അന്ന്. ഇത് ചെറിയൊരു വിമർശനമുണ്ടാക്കി. അദ്ദേഹം പ്രഗത്ഭരായ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. പക്ഷെ തൗസ് എന്ത് ചെയ്യും, ആ സഹാബികളുടെ അടുത്തൊന്നും പോകാതെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് ഇൽമു സ്വീകരിക്കും. ഇത് നമ്മൾ ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നത്. ഇതിൽ തീർന്നിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അപ്പൊ അത് ഓരോന്നും മനസ്സിലാക്കണം. ഇപ്പൊ കിബാറുകളിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത് എന്ന് കേട്ടിട്ട് പോയിട്ട് വേറെ അടുത്തുനിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങള്, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്. കാരണം എന്ത് പറഞ്ഞാലും തലതിരിച്ച് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതെടുത്തു, അപ്പൊ വേറെ അടുത്തൊന്നും ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വിഷയങ്ങൾ സംസാരിച്ച് തീർന്നിട്ടില്ല.
പെട്ടെന്ന് വിഷയങ്ങൾ തീർക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല. ഇൽമു വേണ്ട ആളുകൾ അത് ആ രൂപത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ താവൂസ് ഇങ്ങനെ പ്രഗത്ഭരായ സഹാബികള്, പ്രായം ചെന്ന സഹാബികൾ ഉണ്ടായിട്ടും താവൂസ് എന്ത് ചെയ്യും? ഇബ്നു അബ്ബാസിന്റെ അടുത്ത് പോയിട്ട് ഇൽമു സ്വീകരിക്കും. അപ്പൊ ഇത് ഒരു ചെറിയ വിമർശനം ഉണ്ടായി. അപ്പോ ചില താബീങ്ങള് ഇതിനെപ്പറ്റി ചോദിച്ചു, ഇതിനെ ചോദ്യം ചെയ്തു. എന്താ അവര് ചോദ്യം ചെയ്തത്? ലസിംത ഹാദൽ ഗുലാം, എന്തിനാ ഈ കുട്ടിന്റെ പുറകെ തന്നെ നടക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു അബ്ബാസ് ആണ് റളിയല്ലാഹു അൻഹു. വതറക്ത ലകാബിറ മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ അകാബിറുകൾ ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ കുട്ടിയുടെ പിന്നാലെ തന്നെ പോയിട്ട് ഇൽമെടുക്കേണ്ട എന്ത് കാര്യമുണ്ട്? ഇത് തൗസിനെ ചില ആളുകൾ ചോദ്യം ചെയ്തു. കാല, അപ്പൊ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി നേരത്തെ പറഞ്ഞതാണ്. ഇന്നി റഅയ്തു 70 മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തദാറ ഫീ ഷൈഇൻ സാറു ഇലാ ഖൗലി ഇബ്നു അബ്ബാസ്. 70ഓളം സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ തന്നെ ചെയ്തിരുന്നത്, അവർക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അവരെന്ത് ചെയ്യും? സോറു ഇലാ ഖൗലി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത് അവർ സ്വീകരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, കിബാർ സിയാർ എന്നുള്ളത് പ്രായത്തെ നോക്കിയിട്ട് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, ഇൽമു കൊണ്ട് പ്രായം ഉണ്ടായിത്തീരുക, ഇൽമു കൊണ്ട് പ്രായം ചെല്ലുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചു പോയിട്ടുണ്ട്. ആ മുതിർന്ന പ്രായം ചെന്ന സഹാബത്താറുണ്ടായിരുന്നു. പക്ഷെ അവര് പോലും എന്ത് ചെയ്യും? അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അവര് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിലേക്ക് അതിനെ മടക്കും. നമ്മുടെ കേരളത്തിലെ ഒരു ചർച്ച എന്താണെന്ന് അറിയോ? ഇങ്ങനെ കിബാറുകളുടെ അടുത്ത് പോകണോ പോകണ്ടേ എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ ചർച്ച. പോകണോ പോകണ്ടേ എന്നുള്ളത്, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ? ഇവിടെ കേരളത്തിലെ വിഷയങ്ങൾ അതൊക്കെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇൽമു സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള രീതി ഇതാണ് എന്നുള്ളതാണ്. അപ്പോ തൗസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു മറുപടി അദ്ദേഹത്തെ വിമർശിച്ച ആളുകൾക്ക് കൊടുത്തു. കാരണം അദ്ദേഹത്തിന്റെ ഇൽമു അത്രത്തോളം ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, സഹാബികൾ പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം പല കാര്യങ്ങളിലും അവർ അവലംബിച്ചിരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ അവലംബിച്ചതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് അവർ മടങ്ങും. പ്രഗത്ഭരായ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർക്ക് ആ വിഷയത്തിലൊക്കെ കൂടുതൽ ഇൽമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പണ്ഡിതയായിരുന്നു അവര്. മഹാനായ സഹാബി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയണം പിന്നീട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം മാ അഷ്കല അലൈനാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ ഖത്ത്, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹദീസിൽ സംശയം ഉണ്ടായാൽ, അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളായ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയമുണ്ടായാൽ ഞങ്ങൾ എന്താ ചെയ്യാറുള്ളത്? ഫസഅൽന ആയിഷ, ഞങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അതിനെ സംബന്ധിച്ച് ചോദിക്കുമായിരുന്നു. കാരണം ഇൽമു എന്നത് നമുക്ക് പരലോകത്ത് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഏറ്റവും സൂക്ഷ്മമായ രീതിയിലൂടെ വേണം ഇൽമു നേടാൻ. ഇത് നമ്മൾ പറയുന്നത് ആരോടുള്ള വെറുപ്പ് കൊണ്ടല്ലല്ലോ. നമ്മുടെ ഭൗതികമായ എല്ലാ വിഷയങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും നല്ല ആളെ നമ്മൾ കാണുന്നു, നമ്മൾ സമീപിക്കുന്നു എന്തൊരു വിഷയത്തിനാണെങ്കിലും. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ ദീന് ആരിൽ നിന്നും സ്വീകരിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തിയാലോ? ആരും മൈക്ക് വെച്ച് പ്രസംഗിച്ചെന്ന് കണ്ടാൽ അവിടെ ആ സദസ്സ് പോയിട്ടിരിക്കുക. ആ ഒരു രീതി നമുക്ക് അപകടം ചെയ്യും. അയാളെ പറ്റി ചോദിക്കണം, അയാളെ പറ്റി അറിയണം, അയാൾ ആരാണ്, അയാളെ ഇൽമു സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്, എന്താണ് അയാളുടെ ഇൽമു, അയാളത്തെ ഇൽമുണ്ടോ അല്ലേ, അതല്ല വെറും ഒരു ഖത്തീബ് മാത്രമാണോ, അങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ചോദിക്കേണ്ടതുണ്ട്.
അറിയേണ്ടതുണ്ട്. അപ്പൊ ഇത് അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു പറയണ, ഞങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയിലേക്ക് മടങ്ങുമായിരുന്നു സഹാബികളായ ഞങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളിൽ. ഇത് വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. സഹാബത്ത് സ്വീകരിക്കുന്ന രീതി, മദീനത്തിൽ നിന്ന് മക്കയിൽ നിന്ന് ഷാമിലേക്ക്, പിന്നെ ഇങ്ങനെ പല നാടുകളിലേക്കും മിസ്റിലേക്കൊക്കെ സഹാബികൾ യാത്ര ചെയ്ത സംഭവം വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ആ ഹദീസുകള് നേരിട്ട് അവരിൽ നിന്ന് സ്വീകരിച്ച് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി. കാരണം അതാണ് ഇൽമു സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള രീതി, അവരിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുക എന്നതാണ്. അത് ആ കിബാറുകളിൽ നിന്ന് ഇൽമു സ്വീകരിച്ച അവരുടെ ശിഷ്യന്മാർ, പിന്നീട് അവരുടെ ശിഷ്യന്മാർ, ഇതിങ്ങനെ ഒരു ചെങ്ങലയാണ്, ഒരു ശൃംഖലയാണ്, വിശാലമായൊരു ശൃംഖല. ഇനി ഇത് മാത്രല്ല, സഹാബികളിൽ നിന്ന് താബീങ്ങൾ ഇൽമു സ്വീകരിച്ചതും ഇതേ രീതിയിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ തൗസിന്റെ സംഭവം പറഞ്ഞു. അങ്ങനെ അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, കുന്നാ നസ്മഉ റിവായത അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബസറ. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ സഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ ബസറയിലാണ്. അങ്ങനെ ചില ഹദീസുകൾ സഹാബികളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കും. ഫലം നർള ഹത്താ റകിബ്ന ഇലൽ മദീന ഫസമിഅനാഹാ മിൻ അഫ്വാഹിഹിം. ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് കേട്ടിട്ട് ഞങ്ങൾ അതുകൊണ്ട് മതിയാക്കൂല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യും. എങ്ങോട്ട് യാത്ര ചെയ്യും? ഇലൽ മദീന, മദീനയിലേക്ക് ചെല്ലും ഞങ്ങൾ. ഫസമിഅനാഹാ മിൻ അഫ്വാഹിഹിം. എന്നിട്ട് അവരുടെ വായകളിൽ നിന്ന് ആ ഹദീസ് ഞങ്ങൾ നേരിട്ട് കേൾക്കും. ഇതിനെ അങ്ങനെ ചെയ്യുന്നത്? ഇത് പരലോകത്തിന്റെ വിഷയമാണ്. ഇതിന് ചില നിയമങ്ങളുണ്ട്, ചില ഉസൂലുകളുണ്ട്, ചില തത്വങ്ങളുണ്ട് ഇൽമു സ്വീകരിക്കാൻ. അവർ പറയുന്നത് ബസറയിൽ നിന്നാണ്. ആ ഹദീസ് അവർക്ക് അതിൻ്റെതായ രീതിയിലൂടെ തന്നെ ലഭിച്ചതാണെങ്കിലും അത് പറയുന്നവരിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ അവരത് ആഗ്രഹിച്ചു. നേരിട്ട് കേൾക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ അവര് ബസറയിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്യണം. എന്നിട്ട് അവരുടെ നാവുകളിൽ നിന്ന്, അവരുടെ ചുണ്ടുകളിൽ നിന്ന് അവരെ ഹദീസിനെ നേരിട്ട് കേൾക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇത്ര ദൂരം, അന്നത്തെ കാലഘട്ടത്തിൽ ആ യാത്രയുടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അവരുടെ നാവുകളിൽ നിന്നും അവരുടെ ചുണ്ടുകളിൽ നിന്നും അത് നേരിട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മദീനയിലേക്ക് യാത്ര ചെയ്യും എന്നത് അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു ഇതിനെപ്പറ്റി. അദ്ദേഹം പറഞ്ഞു, ഇൽമ് സ്വീകരിക്കേണ്ടത് നിങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് ഇൽമ് സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അദ്ദേഹം താബീകളുടെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, ലഖദ് കാന അൽഖമത്ത് ബിൻ ഖൈസ് വൽ അസ്വദ് ബിൻ യസീദ്. രണ്ടുപേരും താബീ പണ്ഡിതന്മാരാണ്. അൽഖമ, അതേപോലെ തന്നെ അസ്വദ് ബിൻ യസീദ്, ഇവർ രണ്ടുപേരും വഹുമാ മിൻ അഹ്ലിൽ കൂഫ ബിൽ ഇറാഖ്. ഇവർ രണ്ടുപേരും ഇറാഖിലെ കൂഫയിലാണ്. يبلغهما الحديث عن عمر فلا يقرأهما حتى يخرجا إليه إلى المدينة المنورة. ഇവരെന്ത് ചെയ്യും? ഉമർ റളിയല്ലാഹുവിൽ നിന്ന് ഹദീസ് കേൾക്കും. ആ ഹദീസ് കേൾക്കുമ്പോ ഹത്താ യഖ്റുജാ ഇലൈഹി ഇലൽ മദീന, രണ്ടുപേരും മദീനയിലേക്ക് പുറപ്പെടും. എന്തിന്? രണ്ടുപേരും മദീനയിലേക്ക് പുറപ്പെടും. എന്നിട്ട് ഫയസ്മഅനിഹി മിൻഹു, എന്നിട്ട് രണ്ടുപേരും ആ ഹദീസുകൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേൾക്കും. ഇറാഖിൽ നിന്നും മദീനയിലേക്ക്.
ഇങ്ങനെ ഇൽമു സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആധികാരികമായ രീതി. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നമ്മൾ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹദീസുകൾ പരിശോധിച്ചാൽ ഒരുപാട് രീതികൾ ഈ വിഷയത്തിൽ, ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു സഹാബത്തിന്റെ രീതി, ഇതായിരുന്നു താബിഈങ്ങളുടെ രീതി, അവർക്ക് ശേഷം വന്നവരുടെയും രീതി ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം കിബാറുകളെ തേടി ചെല്ലുക, ഏറ്റവും ഇൽമുള്ളവരെ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്നും നേരിട്ട് ഇൽമു സ്വീകരിക്കുക. അവരെവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോവുക. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചോ നീ യമനിൽ പോയിട്ടുണ്ടോന്ന്? അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമല്ല. അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ വേറൊരാളെടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? വിഡിതത്തിന് വല്ല അവാർഡ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഈ ചോദ്യത്തിന് ആ അവാർഡ് കൊടുക്കണം. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചോന്നാ യമനിൽ പോയിട്ടുണ്ടോന്ന്. പക്ഷെ സഹാബത്ത് പോയതിന്റെ ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇറാഖിൽ നിന്ന് മദീനയിലേക്ക്, അതേപോലെ തന്നെ ഷാമിൽ നിന്ന് മദീനയിലേക്ക് താബീങ്ങൾ പോയത്. ഇതേപോലെ തന്നെ മറ്റൊരു സംഭവം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഇസ്ലാമിക ലോകത്തുണ്ടായ പുതിയൊരു പാർട്ടിയാണ്, ഗ്രൂപ്പാണ് ഖദരിയത്ത്. ഖദറിനെ നിഷേധിച്ചുകൊണ്ട് മഅബദുൽ ജുഹനിയും കൂട്ടര് രംഗത്ത് വന്ന സംഭവം. അങ്ങനെ ഇവര് ഈ ആദർശം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ താബി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ രണ്ടാളുകൾ, ഒന്ന് യഹ്യ ബിനു യഅ്മർ, അതേപോലെ തന്നെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും മക്കയിലേക്ക് യാത്ര പോവാണ്. എന്തിന്? ഖദരിയത്തിനെ കുറിച്ച് പഠിക്കണം. അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ലാഞ്ഞിട്ടല്ല, അവര് ബസറയിലാണ്. അവര് ബസറയിലാണ്. അപ്പൊ ഈ ഖദരിയത്ത്, മഅബദുൽ ജുഹനി, അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ ഖദറിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന സന്ദർഭത്തിൽ ആ വിഷയം ക്ലിയർ ചെയ്യണം. അത് അവര് മീറ്റിംഗ് കൂടി തീരുമാനിക്കുക എന്നുള്ളതല്ല, അതൊന്നും ഒരു ശരിയായ രീതിയല്ല. നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷെ അതൊരു ദീനിന്റെ വിഷയമാകുമ്പോൾ നമ്മൾ അതിൻ്റെതായ നിലവാരത്തിലേക്ക് നമ്മൾ വരണം, അതിൻ്റെതായ രീതി നമ്മൾ സ്വീകരിക്കണം. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ ആൾക്കാരെ, ചില ആളുകളുടെ വിചാരം എന്താ വെച്ചാൽ കിബാറുകൾ മക്കത്തും മദീനത്തും യമനിലൊക്കെ ഉള്ള പണ്ഡിതന്മാർ കേരളത്തിൽ വന്ന് ദീൻ പഠിക്കട്ടെ എന്നുള്ള ചില നിലപാടാണ് നമ്മുടെ കേരളത്തിലുള്ള പല ആളുകൾക്കും. അതുകൊണ്ട് തന്നെ അവര് പലരും പണ്ഡിതന്മാരുമായിട്ട് ബന്ധം പുലർത്താൻ ഇഷ്ടമല്ല. നമുക്ക് പണ്ഡിതന്മാരുടെ അടുത്ത് പോകാം എന്ന് പറഞ്ഞാൽ പോലും പലർക്കും താല്പര്യമില്ല. പിന്നെ നമുക്ക് പണ്ഡിതന്മാരായിട്ടുള്ള ലിങ്ക് എന്ത് മാത്രമാണ്? എന്തെങ്കിലും ഒരു സമ്മേളനം ഉണ്ടാകുമ്പോൾ പിരിവിന് വേണ്ടി അല്ലെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പണ്ഡിതന്മാരെ സമീപിക്കും. ആ അർത്ഥത്തിലുള്ള ബന്ധമല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അവരുടെ മജ്ലിസിൽ പോവുക, അവരുടെ ദർസ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക, ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്, നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പോ ഇവർ രണ്ടുപേരും, ആര്? യഹ്യ ബിനു യഅ്മറും അതേപോലെ തന്നെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ, ഇവർ രണ്ടുപേരും ബസറയിൽ നിന്ന് ഇവർ പുറപ്പെട്ടു. എന്തിനാണ് ഇവർ പുറപ്പെടുന്നത്? ഖദറിനെ സംബന്ധിച്ച്, ഖദരിയത്തിനെ സംബന്ധിച്ച് പഠിക്കണം, അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അങ്ങനെ സഹാബികളുടെ കൂട്ടത്തിലെ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ, പ്രഗത്ഭരായ ആളുകളെ കണ്ടുമുട്ടിയാൽ നമുക്കതിനെ സംബന്ധിച്ച് ചോദിക്കാമല്ലോ. ആ വാചകം ഹദീസിൽ വന്നത് ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, ലൗ ലഖീന അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽനാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബികളിൽ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ ഈ ഖദരിയത്തിനെ സംബന്ധിച്ച് നമുക്ക് അവരോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അവര് മക്കത്തേക്ക് പുറപ്പെടുകയാണ്.
അങ്ങനെ അവർ പിന്നീട് പറയുന്നത് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിനുൽ ഖത്താബ് ദാഖിലൻ അൽ മസ്ജിദ. അങ്ങനെ ഞങ്ങളുടെ ഭാഗ്യം, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് ഇബ്നു ഉമറിനെ തന്നെ ലഭിച്ചു എന്നവര് പറയണേ. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് അവര് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖദരിയത്തിനെ സംബന്ധിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത് ഇവർ രണ്ടുപേരും പ്രഗത്ഭരാണ്, പണ്ഡിതന്മാരാണ്, വിവരമുള്ളവരാണ്. പക്ഷെ അവർക്ക് ഖദരിയത്തിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിക്കുന്നതിന് വേണ്ടി അവര് ബസറയിൽ നിന്നും അവര് മക്കത്തേക്ക് യാത്ര ചെയ്യാൻ, സഹാബികളിൽ നിന്നും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള രീതി. കിബാറുകളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുക, അതും നേരിട്ട് തന്നെ ഇൽമ് സ്വീകരിക്കുക എന്നതാണ്. അതിനെന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്കറിയാം, പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും അവര് വിവാഹം തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. അവര് ഇൽമ് നേടുന്നതിന് പ്രാധാന്യം കൊടുത്തിട്ട് മറ്റേത് അവര് മറന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ റിസ്ക് എടുക്കാതെ നമുക്ക് ആർക്കും ഇൽമ് നേടാൻ സാധ്യമല്ല. ഇമാം അശ്ശഅബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പ്രഗത്ഭനായ ഹദീസാണ്, ഫഖീഹാണ്. അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, മിൻ അയ്ന ലക ഹാദൽ ഇൽമു കുൽ, എവിടുന്നാണ് താങ്കൾക്ക് ഇത്രയധികം ഇൽമ് ലഭിച്ചത്? ഇത്രയധികം ഇൽമ് എങ്ങനെ ലഭിച്ചു? അദ്ദേഹം അതിന് പറഞ്ഞത് ബിനഫിൽ ഇഅ്തിമാദ് വസ്സൈരി ഫിൽ ബിലാദ് വസബിൻ കസബിൽ ഹിമാരി വബുകൂരിൻ കബുകൂരിൽ ഖറാബി. അങ്ങനെ 4-5 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്ന് അദ്ദേഹം പറഞ്ഞത് ബിനഫിൽ ഇഅ്തിമാദി, അള്ളാഹുവിനെ മാത്രം അവലംബിക്കുക, മറ്റൊരാളിലും പ്രതീക്ഷ അർപ്പിക്കരുത്. ഇതൊരു ജിഹാദിന്റെ മാർഗമാണ്. അള്ളാഹുവിനെ മാത്രം അവലംബിക്കുക. അതേപോലെ തന്നെ വസ്സൈരി ഫിൽ ബിലാദി, നാടുകളിലൂടെ സഞ്ചരിക്കുക. അദ്ദേഹം ഇൽമു നേടിയ രീതി വിശദീകരിക്കുക. നമ്മുടെ നാട്ടിൽ ആ രൂപത്തിലുള്ള പണ്ഡിതന്മാരില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ഇൽമുള്ള പണ്ഡിതന്മാരുണ്ട്. അവര് മക്കത്തായിരിക്കും, അല്ലെങ്കിൽ മദീനത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള നാടുകളിലായിരിക്കും. അതാണ് അങ്ങനെ അവർ യാത്ര ചെയ്യുക. അപ്പൊ ഇബ്നു മന്ദ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഇബ്നു മന്ദ എന്നത് അദ്ദേഹം വളരെ പ്രഗത്ഭനായ മുഹദ്ദിസാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം 20-ാമത്തെ വയസ്സിൽ വീട് വിട്ടു വന്നതാണ് ഇൽമ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. 20-ാമത്തെ വയസ്സിൽ വീട് വിട്ടിട്ട് അദ്ദേഹം ഇൽമു സ്വീകരിച്ച് തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ 65-ാമത്തെ വയസ്സിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്നത് ചെയ്താൽ അവനെ ദമ്മാജി എന്ന് വിളിച്ചിട്ട് പരിഹസിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് സലഫുകളുടെ രീതി ഇതായിരുന്നു. കാരണം അത് ഇൽമാണ്, ഇത് ദീനാണ്, ഖുർആനാണ്, ഹദീസാണ്. എന്ത് ചവറും സ്വീകരിക്കുക എന്നുള്ളതല്ല, ആരെന്ത് പറഞ്ഞാലും ആ ചവറുകളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതല്ല. എന്നിട്ട് മണിക്കൂറുകളോളം അത്തരത്തിലുള്ള ചവറ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് സമയം വിനിയോഗിക്കുകയാണ്. ചില ആളുകൾക്ക് നീണ്ട താടിയും ഒരു നീളം കുപ്പായിട്ടാൽ അവര് പണ്ഡിതന്മാരാണ്. ചില ആളുകൾക്ക് നല്ല വാചാലമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളുകളൊക്കെ പണ്ഡിതന്മാരാണ്. ഇതൊന്നല്ല അതിന്റെ മാനദണ്ഡം. അവര് പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ പരിശോധിക്കണം. അവര് പണ്ഡിതന്മാരുടെ മജ്ലിസുകളിൽ പോകുന്നുണ്ടോ പരിശോധിക്കണം. അവരിൽ നിന്ന് ഇൽമു നേടുന്നുണ്ടോ, അവരെ ഗ്രന്ഥങ്ങൾ അവലംബിക്കുന്നുണ്ടോ, അഹ്ലുസുന്നയുടെ രീതിയാണോ, അതല്ല ഹവക്കനുസരിച്ച് സംസാരിക്കുന്ന ആളാണോ, ഇതൊക്കെ നോക്കേണ്ടതുണ്ട്. കളവ് പറയുന്ന ആളാണോ, ഇതൊക്കെ നോക്കേണ്ടതുണ്ട്. ഇബ്നു മന്ദ റഹ്മത്തുള്ളാഹി അലൈഹി 20-ാമത്തെ വയസ്സിൽ വീട് വിട്ടിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ 65-ാമത്തെ വയസ്സിലാണ് എന്നതാണ്.
ഇത് ദഹബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് വീരവന്തയുടെ സംഭവം. ഇതിനിടയിൽ അദ്ദേഹം 1700ഓളം ഉസ്താദുമാരിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു എന്നുള്ളതാ. പ്രഗത്ഭരായ ഉസ്താദുമാരിൽ നിന്ന് 1700ഓളം ഉസ്താദുമാരിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു എന്നുള്ളതാ. അപ്പൊ ഇൽമു എന്നുള്ളത് ഒരു തത്വമുണ്ട്. ലാ ഇസ്തതാഉൽ ഇൽമു ബിറാഹത്തിൽ ജിസ്മി, ലാ ഇസ്തതാഉൽ ഇൽമു ബിറാഹത്തിൽ ജിസ്മി. എന്താ അതിന്റെ അർത്ഥം? ശരീരം അനങ്ങാതെ വെറുതെ ഇരിക്കുന്നവന് കിട്ടുന്ന സാധനമല്ല ഇൽമു എന്നത്. ഇത് പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അഖീദ ശരിയാക്കുക, കർമ്മങ്ങൾ ശരിയാക്കുക, അതിനൊക്കെ ഇൽമു വേണം. ലാ ഇസ്തതാഉൽ ഇൽമു, ഇൽമു നേടാൻ സാധ്യമല്ല ബിറാഹത്തിൽ ജിസ്മി, വെറുതെ ഇരുന്നിട്ട് യാതൊരു റിസ്ക് കൊടുക്കാതെ, യാതൊരു ബുദ്ധിമുട്ടും സഹിക്കാതെ, യാതൊരു വിധ പ്രയാസങ്ങളും സഹിക്കാതെ ഒരാൾക്ക് ഇൽമു നേടാൻ സാധ്യമല്ല. അത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. യഹ്യ ഇബ്നു അബീ കസീർ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചതായിട്ട്. അതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചേക്കേണ്ടതാണ്. അതിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതാണ് ഇമാം ശഅബി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തന്നത്. അതാണ്. അങ്ങനെ ഇബ്നു മന്ദയുടെ ചരിത്രത്തിൽ പറയുന്ന അതാണ്. 1700ഓളം ഗുരുക്കന്മാർ, ഉസ്താദ് ഷെയ്ഖുമാരിൽ നിന്ന് അദ്ദേഹം ഇൽമു നേടി. അങ്ങനെ വലമ്മ റജഅ ഇലാ ബലദിഹി, അങ്ങനെ അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ വഉംറുഹു 65 ആമ, അദ്ദേഹത്തിന് 65 വയസ്സ് പ്രായമായിട്ടുണ്ട്. 20ാമത്തെ വയസ്സ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? ഇൽമു നേടുന്നതിന് വേണ്ടിയിട്ടാ. ഇങ്ങനെയാണ് ഇൽമു സ്വീകരിക്കേണ്ട രീതി. ഇതാണ്. ഇനി അതല്ലാത്ത രീതികളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോ അതിലെന്ത് ചെയ്യേണ്ടി വരും? അതില് റിസ്ക് എടുക്കേണ്ടി വരും, പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു, ലോകത്ത് വിലപ്പെട്ടതായിട്ട് എന്തുണ്ടോ ഒരാളും റിസ്ക് ഇല്ലാതെ അതൊന്നും ഒരാളും നേടിയിട്ടില്ല. എന്നാൽ അതിനേക്കാളൊക്കെ വിലപ്പെട്ടതാണ് ഇൽമു എന്നത്. ഇതിനൊക്കെ ഒക്കെ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമാണ് ഇൽമു. അതുകൊണ്ട് തന്നെ ആ ഇൽമു ലം യഹ്സുൽ, ഒരാൾക്ക് നേടാൻ സാധ്യമല്ല ഇല്ലാ ബിത്തഅബി വസ്സഹരി വത്തഖറാരി വഹജ്രി ലദ്ദാതി വറാഹ, അവന്റെ സുഖങ്ങളും അവന്റെ ആസ്വാദനങ്ങളും അവന്റെ ഉറക്കവും ഇതൊന്നും കളഞ്ഞിട്ടല്ലാതെ, പ്രയാസങ്ങൾ, തഅബ്, ക്ഷീണം, പ്രയാസം സഹിച്ചിട്ടല്ലാതെ, ദീർഘമായ യാത്ര ചെയ്തിട്ടല്ലാതെ ഈ ഇൽമു നേടാൻ ഒരാൾക്ക് സാധ്യമല്ല എന്നുള്ളത് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുൻഗാമികളായ ചില സലഫുകളായ ചിലർക്ക് സ്വന്തം മകൻ മരണപ്പെട്ടിട്ട് പോലും അവരുടെ ജനാസയിൽ പോലും പങ്കെടുക്കാൻ സാധിക്കാതെ പോയ മഹാരഥന്മാരായ ആളുകൾ, സലഫുകളായ ആളുകൾ നമ്മുടെ മുൻ തലമുറയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ ആഴ്ചയിൽ ഒരു ക്ലാസ്സിൽ വന്ന് ഇൽമു സ്വീകരിക്കുന്നതിന് പോലും ടൈമില്ലാതെ അത്രക്കും ബിസിയായി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ. എന്നാൽ എല്ലാവർക്കും ഫത്വ അടിക്കണം. ചുളുവിൽ ഇൽമു നേടുന്ന രീതിയാണ് പലരും സ്വീകരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഇതിന്റെ രീതിയല്ല, അത് അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. നിങ്ങൾക്ക് രോഗം വന്നിട്ട് ഞാൻ ചികിത്സിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾ എൻ്റെ അടുത്ത് വരുമോ? നിങ്ങൾക്കൊരു വീടിന്റെ പ്ലാൻ ഉണ്ടാക്കണം, നിങ്ങൾ എൻ്റെ അടുത്ത് വരുമോ? അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചികിത്സിക്കോ? എന്നിട്ട് എല്ലാവിധ സൈറ്റുകളും പോയിട്ട് സെർച്ച് ചെയ്തിട്ട് അവസാനം ചിലപ്പോൾ എന്താകും, അതിൽ ഷെക്ക് കയറിയിട്ട് ഹിദായത്തിൽ നിന്ന് ദലാലത്തേക്ക് എത്തിപ്പെട്ട എത്രയോ ആളുകൾ നമുക്ക് പരിചയമുണ്ട്. കാരണം ഷിയാക്കളെ സൈറ്റ് ഉണ്ടാവും, ജൂതന്മാരെ സൈറ്റ് ഉണ്ടാവും, പലതും ഉണ്ടാവും. ഇത് ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്നുള്ളത് ഇവനെ തിരിയില്ലല്ലോ. ഇവന് കുറച്ച് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഇന്റർനെറ്റ് നമുക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താം, അതിൽ പണ്ഡിതന്മാരുടെ ഫത്വകൾ നമുക്ക് ലഭ്യമാണ്, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രന്ഥങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താം. ഒരാൾക്ക് സ്വയം വായിച്ചിട്ട് ഒരാൾക്ക് പണ്ഡിതനാകാൻ പറ്റുമല്ലേ? ഗ്രന്ഥങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റും, നമ്മളത് വിശദീകരിക്കുന്നുണ്ട്.
അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവര് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവര് ഇൽമു നേടിയത്. അങ്ങനെ അത് നേടാൻ പറ്റുള്ളൂ. അതാണ് നേരത്തെ ഇമാം മുസ്ലിം ഉദ്ധരിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. മാത്രമല്ല ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഒരു വാചകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ഇൽമു യുത വലാ യഅതി. അത് പലതവണ കേട്ടിട്ടുണ്ട്. അൽ ഇൽമു യുത വലാ യഅതി. ഇൽമിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലണം. അത് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് നേടാൻ പറ്റുന്ന ഒന്നല്ല. ഇൽമ എവിടെയാണോ, ഇൽമുള്ള പണ്ഡിതന്മാർ എവിടെയാണോ അങ്ങോട്ട് ചെല്ലുക എന്നുള്ളതാണ് അതിന്റെ രീതി. അത് അദ്ദേഹം പറയാനൊരു കാരണമുണ്ട്. ചരിത്രത്തിൽ അത് വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാറൂൺ റഷീദ് വന്നിട്ട് തന്റെ മക്കൾക്ക് ഇൽമു ദീന് പഠിപ്പിക്കാൻ കൊട്ടാരത്തിൽ വരണം എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ മറുപടി കൊടുക്കുന്നത്. ഹാറൂൺ റഷീദ് അന്ന് മുസ്ലിം ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ ഓർഡറാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ കൊട്ടാരത്തിലേക്ക് വരണം, എന്റെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് ചുട്ട മറുപടി കൊടുത്തു. ആളുകൾക്ക് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിന് പ്രതാപം കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഈ വാചകം, അൽ ഇൽമു യുത വലാ യഅതി. ഇൽമ് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് ചെല്ലണം. ആരടുത്താണോ ഇൽമുള്ളത്, ആരാണോ പണ്ഡിതൻ, അതിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുക വേണ്ടത്. ഇൽമു ഇങ്ങോട്ട് ഒരിക്കലും വരൂല. ഹാറൂൺ റഷീദിന് തന്റെ തെറ്റ് ബോധ്യപ്പെട്ടു, അദ്ദേഹം അത് തിരുത്തി. വേറെ കുറച്ച് സംഭവങ്ങളുടെ ചരിത്രത്തിൽ അതിൽ വന്നിട്ടുണ്ട്. ഈ വാചകങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. കയ്യും കെട്ടിരിക്കണോന് ഇൽമ് നേടുക സാധ്യമല്ല. അതേപോലെ തന്നെ ഇൽമ് എവിടെയാണോ അങ്ങോട്ട് ചെല്ലണം, എന്നിട്ട് അവിടെ നിന്ന് ഇൽമ് സ്വീകരിക്കണം. അതാണ് നമ്മൾ സഹാബത്തിന്റെ രീതി പറഞ്ഞത്, താബിഈങ്ങളുടെ രീതി, മുൻഗാമികളുടെ സലഫുകളുടെ ഒക്കെ രീതി അതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഇങ്ങനെ ശൈഖന്മാരുടെ മജ്‌ലിസ് പോയി അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ വേണ്ടി പോയിട്ട് സ്വന്തം മക്കള് മരിച്ചിട്ട് അവരുടെ ജനാസയിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത സലഫുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ഇതൊരു കേൾക്കാനും സുഖമുള്ള ഒരു കാര്യം മാത്രമായിരിക്കും. എങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തില് അദ്ദേഹത്തിന്റെ മനാഖിബുകളെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ പ്രഗത്ഭനായ ശിഷ്യനാണ് അബൂ യൂസുഫ്. കേട്ടിട്ടുണ്ടാവും, ഖാളി അബൂ യൂസുഫ്. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. മാത്രമല്ല ഇമാം അബൂ ഹനീഫയുടെ പല അഭിപ്രായങ്ങൾക്കും അദ്ദേഹം എതിര് പറഞ്ഞിട്ടുണ്ട്. എതിര് പറയാന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളെ. അദ്ദേഹം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയണ മാ തൈബിനുല്ലി, എനിക്കുണ്ടായിരുന്ന ഒരു മകൻ മരണപ്പെട്ടു. സ്വന്തം മകനാ മരണപ്പെട്ടത്. ഫല മഹ്ദൂർ ജനാസഹു വലാ ദഫ്നഹു വതറക്തുഹു അലാ ജീറാനി വഖറുബായി. അവന്റെ ജനാസയിൽ പങ്കെടുക്കാനോ അവന്റെ ആ മറമാടൽ ചടങ്ങിൽ പങ്കെടുക്കാനോ എനിക്ക് സാധിച്ചില്ല. ഞാൻ അവിടെ പങ്കെടുത്തിട്ടില്ല. ആ കാര്യം ഞാൻ എന്റെ വതറക്തുഹു അലാ ജീറാനി വഖറിബായി, എന്റെ അയൽവാസികൾക്കും എന്റെ കുടുംബങ്ങൾക്കും ഞാനത് വിട്ടുകൊടുത്തു. അവരാണത് നിർവഹിച്ചത്. എന്താ കാരണം? മഖാഫത അയ്യഫൂതനി മിൻ അബി ഹനീഫ ശൈഉൻ ലാ തദ്ഹബ് ഹസ്റതുഹു അന്നി. അദ്ദേഹം പറഞ്ഞു വന്നത്, അബൂ ഹനീഫയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൽമ് അത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട്, പിന്നെ അതെനിക്ക് എന്റെ പരലോകത്ത് നഷ്ടമായി തീരും. ആ ഇൽമ് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ഭയപ്പെട്ടിട്ട് ഞാൻ എന്റെ മകന്റെ ജനാസ സംസ്കരണത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്ന് ഖാദി അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പോ ഇങ്ങനെ നേടേണ്ടതാണ് ഇൽമ് എന്നത്. ഇത് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നമുക്കത് സംബന്ധമായ കാര്യങ്ങൾ വേറെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഇൽമു നേടുന്ന വിഷയത്തിൽ സലഫുകളായ ആളുകൾ അവര് സഹിച്ച ത്യാഗങ്ങള്, അവർ സഹിച്ച പ്രയാസങ്ങള്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ രൂപത്തിലൂടെ നമ്മൾ ഇൽമു നേടുമ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും. ഈ രൂപത്തിലൂടെയാണ് ഇൽമു നേടേണ്ട ഏറ്റവും അതിന്റെ
ശരിയായിട്ടുള്ള മനഹജ്, അതിന്റെ ഒന്നാമത്തെ മനഹജ്, അതിന്റെ ഒന്നാമത്തെ രീതി ഇതാണ്. ഇതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മുറിവൈദ്യന്മാർ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം ഫത്വകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫത്വകളുടെ ഒരു കാലഘട്ടമാണ്. ആർക്കും ഫത്വകൾ പറയാവുന്ന ലൈസൻസ് ഉണ്ട്. ദീന് എന്നത് അത് സംസാരിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തോ 7 മഹാപാപങ്ങൾ ചെയ്ത പോലെയാണ്. നമ്മളൊരാളോട് പറയണ വിവരമില്ലാത്തത് പറയരുതെന്ന് പറഞ്ഞാൽ അവൻ തട്ടിക്കയറും, ചൂടാകും. നമ്മളെന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെയാണ്, വൻപാപം വല്ലതും ചെയ്തത് പോലെയാണ് എന്ത് ഇൽമില്ലാത്തത് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ഇബ്നു ഹസമിന്റെ ഒരു ഉദ്ധരണി വായിച്ചു. ഇൽമിനും അതിന്റെ ആളുകൾക്കും ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെതല്ലാത്ത ആളുകൾ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കാത്ത ഒരു വിഷയം നമ്മൾ ആരെങ്കിലും കൈകാര്യം ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കോ? അതേപോലെ തന്നെയാണ് ദീനിന്റെ കാര്യം. അത് ആർക്കും കയറി നിരങ്ങാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളത് ആരൊക്കെയോ വിചാരിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളരെ ഗുരുതരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇങ്ങനെ ആളെ നോക്കാതെ ഇൽമു സ്വീകരിക്കുക എന്നത് നമ്മുടെ പരലോകത്തിൽ നഷ്ടം ഉണ്ടാക്കും. പരലോകത്തിൽ മാത്രമല്ല, ദുനിയാവിൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ ജീവനെ തന്നെ അത് അപകടപ്പെടുത്തിയേക്കാം. ദുനിയാവിൽ തന്നെ നമുക്ക് പ്രയാസം ഉണ്ടാവും. എത്രയോ ആളുകൾ അങ്ങനെ ഫത്വ ചോദിച്ചിട്ട് അബദ്ധങ്ങൾ സംഭവിച്ച ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ അത് ഏറ്റവും ഓതന്റിക്കായ രൂപത്തിൽ നമുക്ക് ലഭിക്കണം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം അത്വാ ബിൻ അബി റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചതായിട്ട് കാണാം. ഒരു യുദ്ധത്തിന്റെ സന്ദർഭം. ഇത് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ദാരിമിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം. ഞങ്ങളൊരു യാത്രയിലാണ്. അങ്ങനെ വ്യത്യസ്തമായ റിവായത്തുകൾ കാണാം. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് തലക്ക് മുറിവ് പറ്റി. അന്ന റജുലൻ അസാബഹു ജുർഹുൻ ഫി റഹ്സിഹി, അദ്ദേഹത്തിന്റെ തലക്ക് മുറിവ് പറ്റി. സുമ്മ അസാബഹു ഇഹ്തിലാമൻ, പിന്നീട് അയാൾക്ക് ജനാബത്ത് ഉണ്ടായി. അയാൾക്ക് തലയിൽ നല്ല മുറിവാണ് പറ്റിയിട്ടുള്ളത്, അതോടൊപ്പം അയാൾക്ക് ജനാബത്ത് ഉണ്ടായി. അങ്ങനെ ഉമിറ ബിൽ ഇഹ്തിസാലി ഫഅതസല. ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം ഫസഅല അസ്ഹാബഹു, അയാൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരോട് ചോദിച്ചു, ഹൽ തജിദൂന ലി റുഖ്സതൻ ഫി തയമ്മുമി, എനിക്ക് തയമ്മും ചെയ്യാൻ അനുവാദമുണ്ടോ? തയമ്മും ചെയ്യാൻ എനിക്ക് പറ്റുമോ? എനിക്കതിന് അനുവാദം, അയാൾ അതിന്റെ ഹുക്കുമാണ് ചോദിക്കുന്നത്. അതിന് അനുവാദം ഉണ്ട്, എനിക്ക് തയമ്മും ചെയ്തിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? അതിന്റെ മതവിധി അയാൾ ചോദിക്കുകയാണ്. ഖാലു, കൂടെ ഉണ്ടായിരുന്ന ചിലര് പറഞ്ഞു, മാ നജിദു ലക റുഖ്സ, നിനക്കൊരു റുഖ്സയില്ല. വാൻ തഖദിറു അലൽ മായി, നീ കുളിക്കുക തന്നെ വേണം, നീ കുളിക്കുക തന്നെ ചെയ്യണം. കൂടെ ഉണ്ടായിരുന്ന ചിലര് ഫത്വ കൊടുത്തു, നിനക്കൊരു റുഖ്സയില്ല, തയമ്മും ചെയ്യാൻ പറ്റില്ല, കുളിക്കണം. അങ്ങനെ ഫഅതസല, അയാൾ കുളിച്ചു. ഫമാത, അയാൾ മരിച്ചു. ഫമാത, അയാൾ മരണപ്പെട്ടു. ഫലമാ ഖദിംനാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ ബിദാലിക, അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ പ്രവാചകനോട് ഈ വിവരം പറഞ്ഞു. ഖാല, ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖത്തലഹുമുല്ലാഹ്, അവർ അയാളെ കൊന്നിരിക്കുന്നു, ആ മനുഷ്യനെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഖത്തലഹുമുല്ലാഹ്, അള്ളാഹു അവരെയും കൊന്നു കളഞ്ഞിരിക്കുന്നു, അള്ളാഹു അവരെയും ശപിച്ചിരിക്കുന്നു. ഇവിടെ ചില ആളുകൾക്ക് ധാരണ ഉണ്ടാകും, തെറ്റ് പറ്റിയാല് ഒരു കൂലി ഉണ്ട് എന്നാണല്ലോ, ശരിയായാലും 2 പ്രതിഫലം ഉണ്ട് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് തെറ്റ് പറ്റിയാലും നമുക്ക് ഒരു കൂലി കിട്ടൂലേ
എന്ന് ഇജ്തിഹാദ് ചെയ്യുന്നിടത്താണ് ചില ആളുകൾ, ഫെയിലും ഫായിലും തിരിയാത്ത ആളുകൾ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് എന്താ? ഒരു കൂലിണ്ട്, നിങ്ങൾ ഇജ്തിഹാദ് ചെയ്ത് പറഞ്ഞു കൊടുത്തതല്ലേ, സംഗതി തെറ്റാണ്, എന്നാൽ നിങ്ങൾക്ക് ഒരു കൂലിണ്ട് എന്നാണോ പറഞ്ഞത്? ഇതാണ് ജാഹിലി ദീന് കൈകാര്യം ചെയ്താലുള്ള പ്രശ്നം. അതാണ് ജാഹിലി ദീന് കൈകാര്യം ചെയ്താലുള്ള പ്രശ്നം. അതാണ് തെറ്റുപറ്റി അതുകൊണ്ട് ഒരു കൂലിണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് നിങ്ങൾ അയാളെ കൊന്നു എന്ന് പറഞ്ഞു, നിങ്ങൾ അയാളെ കൊന്നിരിക്കുന്നു. അപ്പൊ ആ പ്രയോഗത്തിന്റെ ഗൗരവം എത്രയാണ്? ഇത് ദുനിയാവിന്റെ ഒരു സംഗതിയാണെന്ന് കരുതാ. ഇനി ഇത് പരലോകത്തിന്റെ ഒരു വിഷയമാണെങ്കിലോ, ദുനിയാവിലെ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ ജാഹിലീങ്ങൾ കൊണ്ട്. ഇനി നമ്മൾ ഈ ഫത്വ ചോദിക്കുന്ന കാര്യം ഇതിപ്പോ തയമ്മും ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ. അത് ചോദിച്ചിട്ട് ദുനിയാവിൽ അയാളെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് പരലോകത്തിന്റെ കാര്യമാണ്. സ്വർഗം കിട്ടുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് ആരിൽ നിന്ന് സ്വീകരിക്കണമെന്നൊരു തീരുമാനം നമുക്കുണ്ടാകണ്ടേ? അത് നമുക്ക് തോന്നിയ ആൾക്കാരിൽ നിന്നൊക്കെ പോയിട്ട് സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തും. ദുനിയാവിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പരലോകത്തും പ്രശ്നം ഉണ്ടാക്കും. പരലോകത്തി എന്നത് അഖീദ തെറ്റിയാലും നരകത്തേക്ക് പോകേണ്ടി വരും. ഇപ്പൊ അസ്മാസിഫത്തിലൊക്കെ ഉള്ള തൗഹീദിലൊക്കെ ഉള്ള അബദ്ധങ്ങളാണെങ്കിൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് നിങ്ങൾ അയാളെ കൊന്നു കളഞ്ഞിരിക്കും. എന്നിട്ട് ഒരു ഉപദേശം കൊടുത്തു, ഒരു താക്കീത്. അലാ സഅലു ഇദാ ലം യഅലമു, അറിവില്ലെങ്കിൽ അവർക്ക് ചോദിച്ചുകൂടായിരുന്നു. അറിവില്ലെങ്കിൽ അവർക്ക് ചോദിച്ചിട്ടത് പറഞ്ഞു കൊടുത്താൽ മതിയിരുന്നു. ഫൈന്നമാ ശിഫാഉൽ ഗയ്യി അസ്സുആൽ, എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഈ രോഗത്തിനുള്ള മരുന്ന് അതെന്താണ്? സുആലാണ്, ചോദിക്കലാണ്, ചോദിച്ചിട്ട് ഇൽമു പഠിക്കലാണ്. സംഗതി ചെറിയൊരു കാര്യമാണ്, പക്ഷെ ആ വിഷയത്തിൽ പോലുമുള്ള ആ അറിവില്ലായ്മ ഈ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നിടത്തൊക്കെ എത്തി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ചോദിച്ചുകൂടെ? അതിനുള്ള മരുന്ന് എന്താണ്? അറിവില്ലായ്മക്കുള്ള മരുന്ന് അത് സുആലാണ്, ചോദിച്ചിട്ട് വിഷയം പഠിക്കലാണ്. അത് നമ്മൾ ചെയ്യേണ്ട, നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയതിലൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കും, അതാരാണെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കും. അപ്പൊ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ ഈ സംഭവം നമുക്ക് ഹദീസുകളിൽ കാണാം. അബൂ ദാവൂദ്, ദാരിമിയൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഈ ഒരു രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ രീതി. ഇതാണ്. എന്നാൽ ഈ രീതിയിൽ നിന്നും പിന്നീട് ഒരുപാട് ലോകത്ത് പുരോഗതികൾ വന്നപ്പോ ആദ്യ കാലഘട്ടത്തിൽ ഇൽമ് എന്നത് ജനങ്ങളുടെ മനസ്സുകളിലായിരുന്നു. അവരത് ഹിഫ്ളാക്കി അവരത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുത്തു. പിന്നീടാണ് അത് ഗ്രന്ഥങ്ങളിലേക്ക് വരുന്നതെന്ന് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, ഇതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള രീതി ഇതാണ്. ഇനി എല്ലാവർക്കും കിബാറുകളെ തേടി ചെല്ലാൻ അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെതായ ചില സാങ്കേതികമായ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും പലർക്കും. എല്ലാവർക്കും ഇത് പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും മക്കത്തും മദീനത്തും പോയിട്ട് ഇൽമു പഠിക്കുക, അല്ലെങ്കിൽ യമനിൽ പോയിട്ട് ഇൽമു സ്വീകരിക്കുക, പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് ഇൽമു സ്വീകരിക്കുക എന്നുള്ളത് ചിലപ്പോൾ പ്രയാസകരമായിരിക്കും. അത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇച്ഛാശക്തിയാണ് അവിടെ വരേണ്ടത്. എന്നിട്ട് അവരിൽ നിന്ന് തന്നെ അത് നേരിട്ട് കേൾക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മാർഗം. ഇതായിരുന്നു മുൻഗാമികളുടെ രീതി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ആദ്യകാലത്തെ ജനങ്ങൾ അവരുടെ പണ്ഡിതന്മാരുടെ മടിത്തട്ടുകളിലായിരുന്നു. ഏതുപോലെ? ഉമ്മമാരുടെ മടിത്തട്ടിൽ കുട്ടികൾ എപ്രകാരമായിരുന്നോ? മാതാക്കളുടെ മടിത്തട്ടിൽ കുട്ടികൾ ഏതുപോലെയായിരുന്നോ? ആദ്യ കാലഘട്ടത്തിൽ ഈ പണ്ഡിതന്മാരുടെ മടിത്തട്ടിലായിരുന്നു ജനങ്ങൾ. ആ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്.
അന്നാസു ഫീ ഹുജൂരി ഉലമാഇഹിം കസ്ബിയാനി ഫീ ഹുജൂരി ഉമ്മഹാതിഹിം. റബിയത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അഖീദത്തുൽ തഹാവിയിൽ അതിന്റെ ശറയിൽ ഇത് കാണാം. ജനങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ അവരുടെ പണ്ഡിതന്മാരുടെ മടിത്തട്ടുകളിലായിരുന്നു, അവരുടെ മജ്ലിസുകളിൽ, അവരുടെ ദർസുകളിൽ, അവരുടെ കൂടെ തന്നെ. നമ്മൾ നേരത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞതുപോലെ കുട്ടികൾ അവരുടെ മാതാക്കളുടെ മടിത്തട്ടിൽ ഏത് പ്രകാരമായിരുന്നോ അതുപോലെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഇൽമ് ഗ്രന്ഥങ്ങളിലേക്ക് വന്നു. ആ ഗ്രന്ഥങ്ങളിലേക്ക് വന്ന മാറ്റത്തെ പറ്റി പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമു സ്വീകരിക്കേണ്ടത് അതിന്റെ ചില രീതികളെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിബാറുകളുടെ അടുത്ത് പോയിട്ട് നേരിട്ട് അത് ഇൽമു സ്വീകരിക്കുക എന്നുള്ളത് എല്ലാവർക്കും അത് സാധിക്കുന്ന കാര്യമായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. മാനസികമായിട്ടുള്ള നിലപാടുകൾ അതിനെ പ്രോത്സാഹനം കൊടുക്കേണ്ട, അതിനെ നിരുത്സാഹപ്പെടുത്തല വേണ്ടത്, അതിനെ പരിഹസിക്കല്ല ചെയ്യേണ്ടത്. ഇതിനൊക്കെ പരിഹസിക്കുക ചെയ്യുന്നത് ആ രീതിയിലേക്ക് ഇത് സലഫുകളുടെ രീതിയാണ്. ഈ വിഷയത്തിൽ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന മൻഹജ് ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു വന്നപ്പോ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് എത്രത്തോളം അവലംബിക്കാം എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഏറ്റവും വലിയ പ്രയാസം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ അതിൻ്റെതല്ലാത്ത ആളുകൾ അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഗ്രന്ഥങ്ങള് നമുക്കത് ആവശ്യമാണ്. ആ രംഗത്ത് ഒരുപാട് പുരോഗതി ഉണ്ടായി, അത് അവർ എഴുതി വെച്ചു, ഒക്കെ അത് നമുക്ക് നേട്ടമാണ്. എല്ലാ രംഗത്തും നമുക്ക് ഉപകാരമാണ്, ഒരുപാട് ഫായിദ നമുക്കതുകൊണ്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച ഏറ്റവും അപകടകരമായ ഒരു സംഗതി എന്താ അറിയോ? ഇപ്പോൾ ഇന്റർനെറ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണെങ്കിലും ഇതുകൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ വെച്ചാല് അതിന്റെ അഹിലുകാരല്ലാത്തവർ അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അവരാണ് വാ തുറക്കും, അവരാണ് സംസാരിക്കാൻ തുടങ്ങും. യാതൊരു ബെല്ലുണ്ടാവില്ല, ബ്രേക്കും ഉണ്ടാവില്ല. അതവരാണ്ട് അടിച്ച് വിടുവരും. എന്നിട്ട് അതിന്റെ മുമ്പിൽ ഇരിക്കാൻ കുറെ ആളുകൾ. ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം പറയുമായിരുന്നു, യഖൂലു, അദ്ദേഹം ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഈ ദുരന്തത്തെ കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, കാന ഹാദൽ ഇൽമു ഖരീമൻ, ഈ ഇൽമു എന്നത് ഖരീമായിരുന്നു, വളരെയധികം ആദരിക്കപ്പെട്ടിരുന്ന, ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു സംഗതിയായിരുന്നു ഇൽമു എന്നത്. എപ്പോ യതലഖാഹു അർരിജാലു ബൈനഹും, അതിനെ റിജാലുകളിൽ നിന്ന് അവർ പരസ്പരം സ്വീകരിച്ചു. കിബാർ അവരിൽ നിന്ന് അവരുടെ ശിഷ്യന്മാര്, പിന്നീട് അവരുടെ ശിഷ്യന്മാര്, പിന്നീട് അവരുടെ ശിഷ്യന്മാര്, ഇങ്ങനെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ നേരിട്ട് അവരിൽ നിന്ന് അങ്ങനെ സ്വീകരിച്ചു വരുന്ന ഒരു രീതിയായിരുന്ന കാലഘട്ടത്തിൽ ഈ ഇൽമു എന്നത് കരീമായിരുന്നു, മഹത്തരമായ ഒന്നായിരുന്നു. അതിൻ്റെതായ പരിഭാവനത ഉണ്ടായിരുന്നു, അതിൻ്റെതായ മഹത്വം ഉണ്ടായിരുന്നു, അതിൻ്റെതായ ഒരു ആദരവുണ്ടായിരുന്നു. എന്നാൽ ഫലമ്മാ ദഖല ഫിൽ കുതുബി, എന്നാൽ ഗ്രന്ഥങ്ങളിലേക്ക് ഇൽമു പ്രവേശിക്കപ്പെട്ടപ്പോൾ, അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഗ്രന്ഥങ്ങളിലേക്ക്, പേജുകളിലേക്ക്, കടലാസുകളിലേക്ക് ഇൽമു പ്രവേശിച്ചപ്പോൾ ദഖല ഫീഹി ഗൈറു അഹ്ലിഹി, അതിന്റെ ആളുകളല്ലാത്തവരൊക്കെ അതിൽ കയറിക്കൂടി. പണ്ടെങ്ങനെയായിരുന്നു? അയാളിൽ നിന്ന് കേട്ടിട്ട് ഇയാൾ പറയും, അയാളിൽ നിന്ന് കേട്ടിട്ട് ഇയാൾ പറയും, അയാളിൽ നിന്ന് കേട്ടിട്ട് അത് പറഞ്ഞെടുക്കും, ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇത് ഗ്രന്ഥങ്ങളിലേക്ക് പ്രവേശിച്ചതോടുകൂടി എന്തായി? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അതെല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവരും അതിൽ ഇടപെടുന്ന, അതിൻ്റെതായ അഹ്ലുകാരല്ലാത്തവർ അത് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി. ഇത് ഔസായി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് സംഭവിച്ച ഒരു ദുരന്തം. ഇനി അത് എത്രത്തോളം ആകാം എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് മാത്രല്ല, ഇതിന്റെ കൂടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ഈ ഗ്രന്ഥങ്ങളെ മാത്രം
അവലംബിച്ചാൽ ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ആ ഇൽമ് അതൊരു ആദരവ്, ഒരു ബഹുമാനം അതിനുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. കാരണം എല്ലാരും 10 കൊടുക്കാണ്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അവന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, അവന് സൈറ്റിൽ പോയി അത് സെർച്ച് ചെയ്തു, എന്നിട്ട് അവനത് ഫത്വകൾ കൊടുക്കുകയാണ്. ചിലപ്പോൾ ആ പണ്ഡിതന്റെ അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതില് പിന്നെ ഇതിന്റെ ഒരു ദോഷമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മൻ ദഖല ഫിൽ ഇൽമി വഹദ, ഒരാൾ ഇൽമിന്റെ ലോകത്തേക്ക് ഒറ്റയ്ക്ക് പ്രവേശിച്ചാൽ, ഒരാൾ ഇൽമിന്റെ ലോകത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു കയറിയാൽ, ഖറജ വഹദഹു, അവൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇൽമിന്റെ ലോകത്തേക്ക് ഒരാൾ ഒറ്റയ്ക്ക് ഏകനായി നടന്നു കയറിയാൽ അയാൾ ഖറജ വഹദഹു, അതിൽ നിന്ന് ഏകനായി തന്നെ പുറത്തു പോരേണ്ടി വരും, ഒറ്റയ്ക്ക് പുറത്തു പോരേണ്ടി വരും. അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചു, മൻ ദഖല ഫീ ത്വലബിൽ ഇൽമി ബിലാ ശൈഖിൻ, ഒരു ശൈഖിനെ കൂടാതെ ഒരാൾ ഇൽമു നേടിയാൽ, ഇൽമു അന്വേഷിച്ചാൽ, ഖറജ മിൻഹു ബിലാ ഇൽമി, ഇൽമില്ലാതെ അയാൾ പുറത്തു വരേണ്ടി വരും. ഇൽമില്ലാതെ അയാൾ പുറത്തു വരേണ്ടി വരും. അപ്പൊ ഒരാള് ഒറ്റയ്ക്ക് അതിൽ പൊരുതുക എന്നുള്ളത് റിസ്ക് ഉള്ള കാര്യമാണ്. ഇനി അത് ആർക്കൊക്കെ ആകാം എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചതുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾ അതിലേക്ക് പ്രവേശിക്കുക, ഇൽമിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുക, ഗ്രന്ഥങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുക, സൈറ്റുകളുടെ ലോകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അയാൾ ഒറ്റയ്ക്ക് പോരേണ്ടി വരും. കിട്ടേണ്ട ഇൽമ് അവിടെ കിട്ടൂല, ചിലപ്പോൾ ലലാലത്തേക്ക് അയാൾ എത്തിപ്പോയിട്ടുണ്ടാവും. നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. ബിദ്അത്തുകാരന്റെ പ്രസംഗം, അവന്റെ ആളുകളുടെ പ്രസംഗം, മുൻഗാമികളായ ആളുകൾ അവരുടെ ചെവിയിൽ വിരല് തിരികുന്ന ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടാൽ അയാളെ സ്വീകരിച്ചിരുത്തല്ല, ചെവിയിൽ വിരലാണ് തിരികും. എന്നിട്ട് ഞങ്ങൾക്ക് അത് കേൾക്കണ്ടെന്ന് പറയും. അല്ല, ഞാൻ അവിടെ പോയിട്ട് ഇരുന്നത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കല, ഞാൻ വലിയ ആളാണ്, ഞാൻ പണ്ഡിതനാണ്, ഞാൻ എല്ലാവരുടെ പ്രസംഗത്തിനും പോകും, എല്ലാവരുടെ ക്ലാസ് ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ മാന്യനായിട്ട് ഇരുന്ന് കൊടുക്കല്ല. ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് വല്ലതും സംസാരിക്കാൻ തുടങ്ങിയാൽ 2 ചെവിയിലും വിരല് തിരക്കുന്ന, അത് കേൾക്കാതിരിക്കാൻ. അപ്പൊ ഇത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സഖാവി പറഞ്ഞതായിട്ട് ഖത്തീബുൽ ബാഗ്ദാദി വരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. മൻ ദഖല ഫിൽ ഇൽമി വഹദ, ഒരാൾ ഒറ്റയ്ക്ക് ഇൽമിന്റെ ലോകത്തേക്ക്, ഇൽമിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ഖറജ വഹദ, ഒറ്റയ്ക്ക് അയാൾ പുറത്തു പോരേണ്ടി വരും, ഇൽമില്ലാതെ പുറത്തു വരേണ്ടി വരും. ഇനി ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇതിന് നല്ലൊരു ഉദാഹരണം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഗ്രന്ഥങ്ങൾ നമുക്ക് അവലംബിക്കാം, ഇനി അത് ആർക്ക് എത്രത്തോളം ആകാം. അതേപോലെ തന്നെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം, അത് ആർക്ക് എത്രത്തോളം ആകാം എന്നുള്ളത് കൂടി നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഇവിടെ നിർത്തുന്നില്ല, ഇതിന്റെ തുടർച്ച കൂടി ഉണ്ടാകും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വിഷയങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായ വിഷയമാണ്. നമ്മുടെ നിലപാട്, നമ്മുടെ രീതി, നമ്മുടെ ആശയം, നമ്മുടെ ആദർശം ആരിൽ നിന്ന് സ്വീകരിക്കണം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയങ്ങൾ ചിലപ്പോൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് അത് എഴുതി തരാവുന്നതാണ്, നമുക്കത് വിശദീകരിക്കാവുന്നതാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ. അതേപോലെ തന്നെ തസ്കിയത്തിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, പലരും അത് സംശയം ചോദിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. തസ്കിയത്തുള്ളവരുടെ അടുത്തുനിന്ന് ഇൽമു സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വാദം ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും അതിന്റേതായ രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വിഷയങ്ങൾ കൂടുതലായി പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ്, കൂടുതൽ ഇൽമു നേടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.